ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹാപ്പി ബയോ ഹോം. അപ്പോൾ ഇപ്പം നമ്മൾ പറമ്പിൽ വന്നിരിക്കുക കേട്ടോ. പറമ്പിൽ വന്നപ്പോൾ ഒരു പശുക്കുട്ടി നിൽക്കുന്നു. നമ്മുടെ അല്ല, പുല്ല് തിന്നാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പറമ്പിലേക്കൊന്ന് വെറുതെ വന്നതാണ്. വെറുതെ നമുക്ക് പറമ്പൊക്കെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് പുല്ല് ഒക്കെ പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ഫുള്ളും പുല്ലാണ്. എന്നാലും നമുക്കൊന്ന് നോക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പറമ്പിൽ എത്തി. ഇതെന്താ, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മാത്രമേ ഉള്ളൂ. പറമ്പൊക്കെ ഭയങ്കര പദ്ധതി കഴിഞ്ഞിട്ട് വീണ്ടും പുല്ല് കിടത്താണ്. ഇത് നമ്മുടെ കശുമാവ് കേട്ടോ. ഇത് നല്ല ഊഞ്ഞാല് കെട്ടാൻ പറ്റിയ മരമാണ്. ഇങ്ങനെ ചാഞ്ഞു നിൽക്കുക. മറ്റേ കഴിഞ്ഞ ദിവസത്തെ കാറ്റില് ഒലഞ്ഞു പോയതാ അതിന്റെ കൊമ്പൊക്കെ. ആണോ? നമ്മുടെ ഒരു പ്ലാവ് ആദ്യമായിട്ട് കായ്ച്ചു ഈ പറമ്പില്. കാണത്തില്ലായിരിക്കും അല്ലേ? അതിൽ ചക്ക ഉണ്ട് കേട്ടോ. ഇത്രയൊക്കെ ഉണ്ടെന്ന് അമ്മ ചോദിച്ചപ്പോ ഞാൻ ഓർത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ ദിവസം വന്ന് മാങ്ങയൊക്കെ പറിച്ചോണ്ട് പോയതാ ഇവിടുന്ന്. നമ്മുടെ അല്ല കേട്ടോ, അപ്പുറത്തെ പറമ്പ് കാണത്തില്ലേ? അങ്ങോട്ട് തിരിച്ചേക്കുന്നേ കാണത്തില്ല ശരിക്കും. ഒരു കശുവണ്ടി കിടിയുണ്ട്. കശുവണ്ടി കിടിയില്ലേ? അവിടെ അതെവിടെ നമ്മള് പുതിയതായിട്ട് വെച്ച ഒരു പ്ലാവേല ഒരു ചക്ക. ഇതിപ്പോ ഇങ്ങനെ ഉണ്ടാകുന്ന ചക്ക, ആദ്യമായിട്ട് ഉണ്ടാകുന്ന ചക്ക കളയണമെന്നൊക്കെയാണ് പറയണത്. എന്നാലാണ് പ്ലാവിന് വളർച്ച ഉണ്ടാവുള്ളൂ എന്നാണ് പറയണത്. അതിലപ്പുറം ഉണ്ട് ഒരു പ്ലാവ്. അതൊക്കെ വേറെ തെങ്ങ് വെക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ എത്ര ചെല്ലി കുത്തി പോയിട്ടൊക്കെയാണ്. ഒരു ആൽപ്പോടെ മുഴുത്തയാക്ക കേട്ടോ. കമ്മല് പോ എടുത്തേക്കട്ടെ. മൂത്ത് കിടക്കുവോ? ഇതാണ് നമ്മുടെ ഈ പ്ലാവല്ലേ ചക്ക. നമ്മുടെ കുളം കണ്ടോ? പ്ലാവ് കാണിച്ചോ? പ്ലാവ് കാണിച്ചത്. അതിന് ഇത്തിരിയുടെ വളമൊക്കെ ഇട്ട് കൊടുത്ത് ഈ മഴക്കാലത്ത് പൊക്കിക്കൊണ്ട് വരണം. പിന്നെ നമ്മുടെ ഇവിടുത്തെ മെയിൻ ജലസ്രോതസ്, നമ്മുടെ മീൻകുളത്തിന്റെ മെയിൻ ജലസ്രോതസ് നമ്മുടെ കുളമാണ്. ആകെ കാട് മൂടി കിടക്കുകയാണ്. ഇതൊന്ന് കെട്ടി പൊക്കിയെടുക്കണമെങ്കിൽ നല്ല പൈസ ചിലവുണ്ട്. അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതൊന്ന് സെറ്റപ്പാക്കി എടുക്കാമായിരുന്നു. നമ്മളൊരു കരിങ്കല്ല് കെട്ടുന്ന ഒരു കോൺട്രാക്ടറെ കൊണ്ട് കാണിക്കണുണ്ട് അതിൻ്റെ എത്ര രൂപയാകും ഏകദേശം എന്നറിയാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇത് റെഡിയാക്കുവാണെങ്കിൽ ഇത് കുടിവെള്ളത്തിനൊക്കെ എടുക്കാൻ പറ്റിയ നല്ല വെള്ളമാണ്. ഇതിപ്പോൾ ഇങ്ങനെ കരികിലേക്ക് വീണ് കിടക്കുന്നുണ്ടാണ്, അലമ്പായി കിടക്കുന്നത്. കശുമാവിൽ കശുവണ്ടി സീസണൊക്കെ കഴിയാറായി. എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോന്നൊക്കെ വീണ് കിടപ്പുണ്ട് നിലത്ത്. ഒന്ന് രണ്ടെണ്ണമൊക്കെ കിട്ടി. നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെ തെങ്ങൊക്കെ നിപ്പുണ്ട്. ഒന്ന് രണ്ട് കവുങ്ങൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ അപ്പുറത്തെ പറമ്പില് അവരെ പറമ്പുണ്ട്. ഇത്തിരി ക്ലീനായിട്ട് കിടക്കണേ, നന്നായിട്ട് കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ ജാതി തോട്ടത്തിലെ ജാതിയാണ്. നിറച്ച് കായുണ്ടായിട്ടുണ്ട്. താഴെ പാടാണ്. അവിടെ വാഴയൊക്കെ നട്ടിട്ടുണ്ട്. അതൊക്കെ അവരുടെ കൃഷിയാട്ടോ, നമ്മുടെ അല്ലേ. കശുമാവ് കഴിഞ്ഞ കാറ്റിന് ചാഞ്ഞു പോയതാണ് ചില്ല. അതുപോലെ നമ്മുടെ പ്ലാവേൽ ചക്ക ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടുണ്ടായതാണ്. 5-8 ചക്ക ഉണ്ടായിട്ടുണ്ട്. അത് മേളിലാണ്. നമ്മുടെ മീൻകുളത്തിൻ്റെ ഭാഗങ്ങൾ നമുക്ക് കാണാം. പച്ചപ്പടുത കാണുന്ന അപ്പുറമാണ് മീൻകുളം.
കശുവണ്ടി ഉണങ്ങിപ്പോയി. അതുപോലെ നമ്മളിത് ഇന്ന് വിളവെടുത്ത 2 ചക്കയാണ്. അപ്പൊ ശരി ഭവത്. അപ്പോൾ നമ്മുടെ ചക്കയുമായി നമ്മൾ പോവുകയാണ്. കണ്ടു 2 വലിയ ചക്കകൾ ആയി പോകുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാട്ടോ. മീൻ ഫാമിൻ്റെ ഒക്കെ അവിടെ കാണാം. ഇവിടുന്ന് ഇങ്ങനെ ഈ ചക്ക മൂത്തായിരിക്കും. ഇനി നോക്കിയേ, ചെറിയ കഴിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? കുഞ്ഞിപ്പശു. ആ കാണിക്കും. കുഞ്ഞിപ്പശു ബൈ. പശു പറയുന്നു. അങ്ങനെ നമ്മൾ നടന്ന് ഒരു വീട്ടിലെ ചെടികളാട്ടോ. ഇവിടെ കുറേ ചെടിയൊക്കെ ഉണ്ടേ. ഇവിടെ ഒരു ചെമ്പകം, ഇതൊരു ചെമ്പകം. ഇത് മുല്ല ഇങ്ങനെ കയറി കിടന്ന്. ചെമ്പകം ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് ചെമ്പകം. പൂണ്ടായിട്ടുണ്ട്. അപ്പം ഇതിൽ മുല്ല ഇങ്ങനെ പടർന്ന് കയറി കിടക്കുന്നു. മുട്ടൊക്കെ ഉണ്ട് നിറച്ച്. മുല്ല മുട്ടുണ്ട്. ഇവിടെ ബൊഗെയിൻവില്ലയുണ്ട്. അങ്ങനെ നമ്മൾ ഓടിക്കൂടെ നമ്മുടെ പറമ്പാണ് കേട്ടോ. കാട് പിടിച്ചെടുക്കുകയാണ്. എല്ലാ പറമ്പും കാട് പിടിച്ചെടുക്കുകയാണ്. ഒരു മുള്ളുവേലിയൊക്കെ കിട്ടിയായിരുന്നു. അതിൻ്റെ ഒക്കെ സൈഡിൽ കൂടെ വെള്ളമെല്ലാം പിടിച്ച് കയറി ആകെ ഇതായിട്ട് കിടക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ വീണ്ടും കാണും വരേക്കും ബൈ.